ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പ്രമേഹം അതേപോലെ തന്നെ കൊളസ്ട്രോൾ എന്നിവ മൂലമൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഹെൽത്തി ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ ചാമേരി കൊണ്ടാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പൊ ഞങ്ങളിപ്പോ കുറച്ചു കാലമായിട്ട് ഇതേപോലുള്ള ചാമേരി കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാമേരി കൊണ്ട് നമ്മൾ ഇന്ന് ഒരു ഹെൽത്തി ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ഒരു അര ഗ്ലാസ് ചാമേരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഈ ഒരു അര ഗ്ലാസ് മതി. അത് നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ഉപ്പുമാവ് റെഡിയായിട്ട് സൂപ്പറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബീൻസും അതേപോലെ തന്നെ ക്യാരറ്റും ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 3-4 ബീൻസും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പകുതി ക്യാരറ്റും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അര സവാള. അതേപോലെ എരിവിനായിട്ടുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി. അപ്പോൾ നമ്മുടെ ചാമേരി ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ വാലാനായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിലൊട്ടും വെള്ളം പാടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പാൻ അടപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് പൊട്ടുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില, അടുത്തായിട്ട് നമ്മൾ കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി അരിഞ്ഞതും ഒക്കെ കൂടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അതേപോലെ ഒരു അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൻ്റെ അകത്ത് ചേർക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി ഒന്ന് മൂടി വെച്ചൊന്ന് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചാമേരിയാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചാമേരി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടി സെലക്ട് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാലേ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഷുഗറൊക്കെ കുറയ്ക്കാൻ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഷുഗറൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മക്കോട്ട ദേവയുടെ ഡ്രൈ ഫ്രൂട്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇത് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 4 എല്ലിയാണ് എടുക്കുന്നതെങ്കിൽ 4 എല്ലി 4 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മൾ ആ വെള്ളം മാത്രമായിട്ട് നമ്മൾ കുടിവെള്ളത്തിന് പകരമായിട്ട് കുടിക്കുക. അപ്പോൾ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വേണമെന്നുള്ളവർ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് ഒരു 4 മിനിറ്റ് കുക്ക് ചെയ്യാനാണ് പോണത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പീര കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളാണ്, നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കൊളസ്ട്രോളും പ്രമേഹവും BP-യും ഒക്കെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തീർച്ചയായിട്ടും വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ ഷെയറിങ്ങിലൂടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.